ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആഗസ്റ്റ് മാസത്തിൽ വളരെയധികം നന്മകൾ വന്നു ചേരുക, ഉയർച്ചകൾ വന്നു ചേരുക, ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. അവ ഏതേത് കാര്യങ്ങൾക്കാണ് വന്നു ചേരുക എന്ന് നോക്കാം. പ്രധാനമായിട്ട് ആരോഗ്യമാണല്ലോ മുഖ്യ കാര്യം. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ, പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ട് പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും വളരെ ജാഗ്രത വേണം. അധികം തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പാടില്ല. ഉദര സംബന്ധമായ ചില രോഗാവസ്ഥകൾക്കും സൂചനയുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാൻ വളരെ ശ്രദ്ധിക്കണം. അതായത് സംസാരത്തിൽ നയവും കഴിവും ആവശ്യമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവും ഉണ്ടാകും. അതായത് വിവേകബുദ്ധി പ്രവർത്തിക്കുകയാൽ വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് നല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് തീരുമാനങ്ങൾ ഉത്തമമാകയാൽ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകുവാനാണ് സൂചന കാണുന്നത്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്തൊക്കെ നിൽക്കുകയാണ്. അത് വളരെ അനുകൂലമാണ് ഈ മകരം രാശിക്കാർക്ക്. കൂടാതെ പൂർണ്ണമായ ദൈവാധീനമുള്ള സമയമാണല്ലോ. സപ്തമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. 5-ാം ഭാവത്തിലോ പ്രവർത്തികാരകൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിന് യോഗമുണ്ട്. അധ്യാപകർക്കായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. കെട്ടിട നിർമ്മാണവും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. അതുപോലെ തന്നെയാണ് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കലാരംഗവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ളവർക്ക് തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ടാകും. കടങ്ങളൊക്കെ വീടുന്ന അല്ലെങ്കിൽ വീടാൻ തുടങ്ങുന്ന സമയമാണ്. വലിയ വലിയ തുകകൾ കടമാണ് എങ്കിൽ പോലും അതിനൊക്കെ ഒരു തീരുമാനമാകുന്നതിനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും. നല്ല ഒരു പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ ഈ മാസം ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട്. മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നന്മകൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ എള്ളുപായസമോ ഒക്കെ കഴിക്കുക. കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുകയും കുടുംബത്ത് ഐക്യം നിലനിർത്തുവാനും സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ചേർത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടുള്ളത് ജാതകം വെച്ചൊക്കെ നോക്കുന്നതിന്, ഗ്രഹനില നോക്കുന്നതിന്, പൊരുത്തം നോക്കുന്നതിനൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.